എല്ലാവർക്കും നമസ്കാരം. മായസ്റ്റാറിലേക്ക് സ്വാഗതം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഡിസംബർ 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Fulfillment, energetic movement, beginning, priorities, reflection, determination. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം പൊതുവിൽ ഒരു ആഗ്രഹ സബലീകരണത്തിൻ്റെ മാസം എന്ന് തന്നെ പറയാം. ഫുൾഫിൽമെൻ്റ് ആണ് ആദ്യം തന്നെ വന്നിരിക്കുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആണ് എങ്കിൽ നിങ്ങൾ വിദേശ രാജ്യത്തൊക്കെ പഠിക്കാൻ വേണ്ടി പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ വിജയപ്രാപ്തിയാണ് കാണിക്കുന്നത്. ഇപ്പോൾ IELTS, TOEFL പോലുള്ള എക്സാംസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. മറ്റെന്തെങ്കിലും തരത്തിൽ വിദേശത്ത് പോയിട്ട് ജോലി ചെയ്യാൻ എഴുതിയിട്ടുള്ള എക്സാംസ് ആണെങ്കിലൊക്കെ സാധ്യതകളുള്ള സമയമാണ് ഈ ഒരു മാസത്തിൽ. അതേപോലെ എല്ലാം ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. വിസ കാര്യങ്ങൾക്കൊക്കെ കാത്തിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വിസ കാര്യങ്ങളൊക്കെ റെഡിയാവുന്നു എന്നതിൻ്റെ ഒരു സംതൃപ്തി കൂടി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ഈ ഒരു ലൈഫിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു പോസിറ്റിവിറ്റി നിങ്ങളിലേക്ക് വരുന്നുണ്ട്. പിന്നെ വിദ്യാർത്ഥികളല്ലാതെ മറ്റ് എന്തെങ്കിലും എഴുത്ത് കുത്തുകൾ, അതായത് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്ത് എന്തിനെങ്കിലും വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് പെട്ടെന്ന് സാധ്യമാകുന്ന കാര്യം കാണിക്കുന്നു. അതായത് ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും സിറ്റിസൺഷിപ്പിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്, ഗ്രീൻ കാർഡിന് കൊടുത്തിട്ടുണ്ട്, ബ്ലൂ കാർഡിന് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ വിദേശ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യമായിരിക്കും. അല്ലെങ്കിൽ നാട്ടിൽ തന്നെ ഡോക്യുമെൻറ്റേഷൻ എന്തെങ്കിലും നിങ്ങൾ വീട് വയ്ക്കുന്നത്, വീടിൻ്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്തിട്ട് അതിൻ്റെ എന്തെങ്കിലും നിങ്ങളെ ബാധിക്കുന്ന നല്ല എന്തെങ്കിലും സന്തോഷ വാർത്തയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാര്യങ്ങളൊക്കെ റെഡിയാകുന്നുണ്ട്. അപ്പോൾ ഡോക്യുമെൻറ്റേഷനൊക്കെ റെഡിയായി ആ ഒരു പോസിറ്റിവിറ്റിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങളൊരു മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പാതയിലേക്ക് പോകുന്നു എന്ന് പറയാം. നിങ്ങളിപ്പോൾ ചിന്തിക്കാത്തൊരു കാര്യമായിരിക്കാം, പക്ഷേ ഈ ഒരു മാസത്തിൽ നിങ്ങൾ അതായത് എഴുത്തിലേക്ക് തിരിയാം. നിങ്ങൾ കഥകൾ, കവിതകൾ, പുസ്തകങ്ങൾ എഴുതാനായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ആവാം. അല്ലെങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും തരത്തിൽ സിനിമ, സീരിയൽ, എഴുത്ത്, സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിലേക്ക് പോകുന്നതാവാം. പുസ്തകങ്ങൾ, അതുപോലെ എന്തൊക്കെയോ പബ്ലിക്കേഷൻസുമായിട്ട് ബന്ധപ്പെടുത്തി എന്തെങ്കിലും ബുക്ക് എഴുതുന്നുണ്ടെങ്കിൽ പബ്ലിഷ് ചെയ്യുന്നതാവാം. ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ PhD ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ തീസിസ് പബ്ലിഷ് ചെയ്യുന്ന എന്തെങ്കിലും പബ്ലിഷ് ചെയ്യുന്നതാവാം. മാസ്റ്റേഴ്സ് തീസിസ് പബ്ലിഷ് ചെയ്യുന്ന പബ്ലിക്കേഷൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാവുന്നതായിട്ട് ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. മീഡിയ, പബ്ലിക്കേഷൻസ്, പുസ്തകങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, എഴുത്തുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അങ്ങനെ ഒരു മേഖലയിൽ സാധ്യതകൾ ഏറി നിൽക്കുന്ന ഒരു സമയം ഈ ഒരു മാസത്തിൽ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പൊതുവിൽ കലാകായിക മേഖലയിൽ സാധ്യതകളുള്ള സമയമാണ്. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നൃത്തം, സംഗീതം, മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഹോബീസ്, കലാപരമായിട്ടുള്ളത് ഹോബീസ് എന്തെങ്കിലുമൊക്കെ ഉണ്ട് എങ്കിൽ അതിൽ സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും മറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വായിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൽ സാധ്യതകൾ ഏറി നിൽക്കുന്നുണ്ട്. നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്തൊരു അവസരം വരുന്നുണ്ട്. നിങ്ങളെ ഒത്തിരി ആരാധിക്കുന്ന ഏതെങ്കിലും വ്യക്തിയുടെ മുമ്പിൽ പാടാനോ നൃത്തം ചെയ്യാനോ അതിനൊക്കെയുള്ളൊരു അവസരമാവാം. ഇത് എല്ലാവരിലും ഒരുപോലെ ആയിരിക്കണമെന്നില്ല അപ്പോഴും. അല്ലെങ്കിൽ ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾ ഇഷ്ടമുള്ള ഒരു കാര്യം പഠിക്കാൻ പോകുന്നതാവും. നിങ്ങളൊരു ഹോബിയായിട്ട് ഇപ്പോൾ നൃത്തമോ സംഗീതമൊക്കെ പഠിക്കാൻ പോകുന്ന ഒരു സാഹചര്യം കൂടിയിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ നൃത്തം, സംഗീതം, ഇങ്ങനെയുള്ള കലാപരമായിട്ടുള്ള കഴിവുകൾ നിങ്ങൾക്കുണ്ട്. നിങ്ങളത് പഠിച്ച് ശരിയായിട്ടുള്ള രീതിയിൽ അഭ്യസിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളൊരു ഉദാഹരണത്തിനൊരു ഡാൻസ് സ്കൂൾ തുടങ്ങുക, അല്ലെങ്കിൽ മ്യൂസിക് പഠിപ്പിക്കാൻ തുടങ്ങുക, അങ്ങനത്തെ ഒരു സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. ആ ഒരു എനർജിയാണ് നിങ്ങളിൽ കാണിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു വരുമാന മാർഗം എന്നുള്ള രീതിയിൽ നിങ്ങളൊരു സ്കൂള് അല്ലെങ്കിൽ ഡാൻസ് സ്കൂളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വിദേശത്തുള്ളവരെ സംബന്ധിച്ചിടത്തോളവും ഈ ഒരു സാധ്യത സൂചിപ്പിക്കുന്നു എന്ന് തന്നെ പറയാം.
മറ്റൊരു വിദേശ രാജ്യത്ത് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഒരു കല ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ പുതിയൊരു തുടക്കമാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഒരു പുതിയ തുടക്കമാവാം ഈ പറഞ്ഞ കാര്യങ്ങളിൽ. അതേപോലെ ചില ആളുകളെ സംബന്ധിച്ച് പുതിയൊരു ഗൃഹപ്രവേശമാണ് കാണിക്കുക. വീട് വയ്ക്കുന്ന പുതിയൊരു വീട്ടിലേക്ക് കയറി താമസിക്കുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള സാഹചര്യം. ക്യൂൻ ഓഫ് വോൺസ് എനർജി വളരെയധികം ആ ഒരു ക്യൂൻ ഓഫ് വോൺസ് എനർജി കാണിക്കുന്നുണ്ട്. അത് ക്രിയേറ്റിവിറ്റിയാണ് കാണിക്കുന്നത്, പാഷൻ, ക്രിയേറ്റിവിറ്റി, ആ ഒരു സിറ്റുവേഷൻ. അപ്പോൾ ഒന്ന് നിങ്ങൾ സ്വന്തമായിട്ട് വീട് വയ്ക്കുന്ന ഒരു രീതിയാവാം. വീടൊക്കെ ഓൾറെഡി വീടുള്ളവരാണെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നതാവാം. അറ്റകുറ്റപ്പണികൾ ആവശ്യമുള്ളവരാണെങ്കിൽ ചിലപ്പോൾ അത് ചെയ്യുന്നതാവാം. അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിൽ വാൾപേപ്പർ അല്ലെങ്കിൽ വീട് വൈറ്റ് പെയിൻ്റ് അടിക്കുക, അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും വീട് ഡെക്കറേറ്റ് ചെയ്യുന്നതായിട്ട് വീട്ടിലെന്തെങ്കിലുമൊക്കെ വീട് അലങ്കരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വാങ്ങിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനുള്ളൊരു സാഹചര്യം. ചുറ്റുപാടിന് മറ്റുള്ളവരിൽ നിന്ന് സപ്പോർട്ട് ലഭിക്കുന്നതായിട്ടുള്ളൊരു സൂചന കാണിക്കുന്നുണ്ട്. അതായത് സമൂഹത്തിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നും സൗഹൃദങ്ങൾ മറ്റുള്ളവരിൽ നിന്നൊക്കെ സൗഹൃദങ്ങളൊക്കെ ലഭിക്കുന്നു എന്നുള്ളൊരു സിറ്റുവേഷനാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ ഒരു പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ ഒരു പുതിയ ലൈഫിൽ ഒരു പുതിയ സൈക്കിൾ ഇൻ യുവർ ലൈഫിൽ ഒരു പുതിയ ഒരു തുടക്കമാണ്. അതിപ്പോൾ ജോലി സംബന്ധമായിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാൻ കുറച്ച് നാളായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്തൊരു കാര്യമായിരിക്കും. ആ പ്ലാൻ പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ അത് ഔട്ട്ഡേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അത് പുതിയ ഒരു പ്ലാനിലേക്ക് നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടാവും. ബന്ധങ്ങളിലൊക്കെ ഒരു പുതുമ. ചില ആളുകൾ ഇവിടെ സൂചിപ്പിക്കുന്ന ഒരു ബ്രേക്കപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ നല്ല രീതിയിലല്ല നിങ്ങളുടെ ആ ഒരു ബന്ധം മുന്നോട്ടേക്ക് പോകുന്നത് എങ്കിൽ ആ ഒരു ബന്ധം അവസാനിപ്പിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ആവാം. അതും ജീവിതത്തിലൊരു പുതിയ തുടക്കമാണ്. കാരണം ഒരു ബന്ധം നല്ല രീതിയിൽ നിങ്ങളെ മാനസികമായിട്ട് വിഷമിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അത് അവസാനിപ്പിക്കുമ്പോൾ ജീവിതം പുതിയൊരു വഴിയിലേക്ക് ദിശ മാറി ഒഴുകുന്ന ഒരു സാഹചര്യവും കാണാം. പ്രയോറിറ്റീസ് ആണ്. കാരണം നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ്? അതായത് ഒരു ബന്ധം നിങ്ങൾ അത്രയും കഷ്ടപ്പെടുത്തി നിലനിർത്തുന്നുണ്ട്, ആ ഒരു ബന്ധം നിങ്ങളുടെ മാനസിക നില തന്നെ തെറ്റിക്കാവുന്ന സാഹചര്യത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ആണോ അതോ അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ബന്ധമാണോ വലുത് എന്നുള്ളത് ചിന്തിക്കേണ്ടുന്ന ഒരു സാഹചര്യം വരെയാണ്. അപ്പോൾ ആ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് എന്നതിനനുസരിച്ചിട്ടാണ്. കാരണം ആ ഒരു ബന്ധത്തിലൊരു അബ്യൂസ് അല്ലെങ്കിൽ മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനമാണ് എങ്കിൽ അത് അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ ആരോഗ്യം അല്ലെങ്കിൽ നിങ്ങളുടെ സെൽഫ് ആയിട്ട് നിങ്ങളെക്കുറിച്ചിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. പ്രയോറിറ്റൈസ് ചെയ്യാൻ പഠിക്കുക, നോ പറയാൻ പഠിക്കുന്ന സമയമാണ്. അങ്ങനെ പല കാര്യങ്ങൾ നിങ്ങൾ ഈ ഒരു മാസത്തിൽ പഠിക്കുന്നുണ്ട്. ജീവിതം പഠിക്കുന്നു എന്ന് വേണമെങ്കിൽ ചുരുക്കി പറയാം. ജീവിതം പഠിക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയാവുന്നത്. അതേപോലെ റിഫ്ലക്ഷനാണ് ഇത് സൂചിപ്പിക്കുന്നത്. പലരെയും സംബന്ധിച്ചിടത്തോളം നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയാം. അതേപോലെ വളരെ ഫ്രീ സ്പിരിറ്റഡ് ആയിട്ട് നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കുന്ന സമയമാണ്. നിങ്ങളുടെ കഴിവുകൾ മനസ്സിലാക്കുന്ന സമയമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ ആക്റ്റീവായിരിക്കും. സൗഹൃദങ്ങൾ, ആക്ടിവിറ്റീസ്, പല പല ആക്ടിവിറ്റീസ്, സ്പോർട്സ്, ആർട്സ് പോലുള്ള കാര്യങ്ങൾ. അതേപോലെ എക്സ്ട്രാ ടൈം എടുത്ത് നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വിദ്യാഭ്യാസ കാര്യത്തിൽ മുന്നോട്ടേക്ക് നല്ല രീതിയിൽ പോകുന്നതോടൊപ്പം തന്നെ മറ്റ് ചില കാര്യങ്ങൾ ടൈം എടുത്ത് നിങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ഇമോഷണൽ എനർജി, ഇമോഷണലി വളരെയധികം കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. ഇമോഷണലി കൂടുതലായിട്ട് നിങ്ങളോട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. അതായത് മറ്റുള്ളവരോടല്ല, നിങ്ങളുടെ ഇമോഷൻസ് എന്താണ്, നിങ്ങളുടെ ഫീലിങ്സ് എന്താണ് നിങ്ങൾ മനസ്സിലാക്കുകയാണ്. നിങ്ങളുടെ ഫീലിങ്സിന് നിങ്ങൾ പ്രാധാന്യം കൊടുത്തു തുടങ്ങുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഡിറ്റർമിനേഷൻ ആദ്യം തന്നെ ബാലൻസാണ്, റൂട്ട് ചക്ര ബാലൻസ്, അതായത് മൂലാധാര ചക്ര ബാലൻസ് ചെയ്യുക. ആദ്യം തന്നെ ഏറ്റവും വേരിൽ നിന്ന് തുടങ്ങുകയാണ്. നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യം, ബിഗിനിങ് മൂലാധാര ചക്രയാണ്. ഡിറ്റർമിനേഷൻ അതായത് ബിഗിനിങ്ങും പുതിയൊരു തുടക്കവുമാണ് എല്ലാ അർത്ഥത്തിലും. അതായത് ഈ ഒരു തുടക്കം നിങ്ങളുടെ ജീവിതചര്യയിൽ തന്നെയാണ്. നിങ്ങളുടെ ബേസിൽ നിന്ന്, അതായത് ഏറ്റവും അടിത്തറ മുതൽ നിങ്ങൾ മാറ്റങ്ങൾ വരുത്താണ് ജീവിതത്തിൽ ചെയ്യുന്നത്. അത് ഈ ഒരു മാസത്തിൽ സംഭവമാകുന്നു. ഈ മാസത്തിൽ തുടങ്ങി വയ്ക്കുമ്പോൾ അടുത്ത വർഷത്തേക്ക് മുന്നോട്ടേക്ക് പല മാറ്റങ്ങളും വരാം. ഈ ഒരു മാസം നിങ്ങളെങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അടുത്ത വർഷത്തേക്കുള്ള തുടക്കത്തിന് മുമ്പ് തന്നെ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്ത് ആലോചിച്ച് കൂട്ടി വയ്ക്കുകയും ലൈഫ് സ്റ്റൈൽ മൊത്തത്തിൽ മാറ്റുകയും പല കാര്യങ്ങളിലും മാറ്റം വരുത്തുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്.
അത് എല്ലാവരിലും ഒരേപോലെ ആയിരിക്കണം എന്നില്ല. നിങ്ങളത് ചെയ്യുക എങ്കിൽ ലൈഫിൽ വലിയ മാറ്റം ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.